ജയിൽ DIG MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസെടുത്തു. ഇന്നലെ വിജിലൻസ് DGP മനോജ് എബ്രഹാമാണ് കേസെടുത്തത്. കുറേ നാളുകളായി വിജിലൻസ് MK വിനോദ് കുമാറിൻ്റെ പിന്നാലെയായിരുന്നു. കാരണം അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നു. അയാളുടെ കഴിഞ്ഞ 2-3 വർഷത്തെ ചെയ്തികളാണ് നോക്കിയത്. അയാളുടെ ശമ്പളം കൂടാതെ അക്കൗണ്ടിൽ 35 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ 45 ലക്ഷം രൂപ വന്നിരിക്കുന്നു. ജയിലിൽ നിന്നും വരുമാനം വളരെ വലുതാണ്. 1,80,000 രൂപ കൊടിസുനി TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിയിൽ നിന്ന് 1,80,000 രൂപ വാങ്ങിച്ചിരിക്കുന്നു. പല കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നും കൊടിസുനിയിൽ നിന്നും 35,000, 45,000, 50,000 അങ്ങനെ 1,80,000 രൂപ. TP ചന്ദ്രശേഖരൻ വധക്കേസിനകത്ത് മറ്റൊരു പ്രതിയായ അണ്ണൻ സുജിത്തിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയും പല ഭാര്യയുടെയും തൻ്റെയും സ്വന്തം അക്കൗണ്ടിലേക്കും മറ്റു പലരെയായിട്ടാണ് പണം വന്നു ചേരുന്നത്. എന്തായാലും വിജിലൻസ് 2-3 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നിലായിരുന്നു. നേരത്തെ സൂപ്രണ്ടായിരുന്ന സമയത്ത് ഇയാൾ 2 പ്രാവശ്യം സസ്പെൻഷനായിട്ടുണ്ട്. വലിയ വലിയ ആരോപണങ്ങളും പണം വസൂലാക്കുന്നതും ഒക്കെ ഇതിനെപ്പറ്റി ധാരാളം പരാതികൾ വന്നിട്ടുണ്ട്. തൻ്റെ കീഴ് ജീവനക്കാരുടെ മുഴുവൻ ട്രാൻസ്ഫറും മുഴുവൻ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിന് പണം വേണം. അവരിൽ നിന്ന് പലരും പണം ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട്. സദേൺ റീജിയനിലെ ഒരു ജയിലറിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം കൈപ്പറ്റിയിരിക്കുന്നു. TP ചന്ദ്രശേഖരൻ വധ കേസിനകത്തെ പ്രതികളിൽ പലരുമായിട്ട് ഫോണിൽ കൂടെ ബന്ധമുണ്ട്. ഇയാളെ 2 പ്രാവശ്യം സൂപ്രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് സസ്പെൻഷനായി കഴിഞ്ഞപ്പം ഒരു സുപ്രഭാതത്തിൽ ഇയാളെ പെട്ടെന്ന് DIG ആക്കി. ഇനി അത് സ്വാധീനം ഉപയോഗിച്ച് പാർട്ടി സ്വാധീനവും കൊണ്ടുമൊക്കെയാണ് ഇയാളെ DIG ആക്കിയത്. DIG ആക്കിക്കൊണ്ടൊരു ഗുണം, പാർട്ടി പറയുന്ന പോലെ ഇയാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. ജയിലിലെ പാർട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇയാളാണ് പരോൾ കൊടുക്കുന്നത്. പരോൾ കൊടുക്കുന്നതിനും പരോൾ കൊടുത്തു കഴിഞ്ഞ ആൾ വെളിയിൽ പോകുന്നതിനും അതിനുള്ള പണം കൈപ്പറ്റിയ ശേഷം ആ പരോൾ എക്സ്റ്റെൻഡ് ചെയ്യാനും അതിനും പണം കൈപ്പറ്റും. നമ്മൾ വിചാരിച്ചത് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇയാൾ ചെയ്തെങ്കിൽ, പക്ഷെ ഒരു DIG വേണം അതിന് ചെയ്യാൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കൊക്കെ പലരും നിസ്സാരമായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവർക്ക് പരോൾ കൊടുക്കാൻ പോലും പാടില്ല. കാരണം അവരുടെ വിധിയുടെ സ്വഭാവം അങ്ങനെയാണ്. രണ്ടാമത് ഇവർ പരോളിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇവർ വെളിയിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ എന്താണ്, അതിനൊന്നും ഒരു സമാധാനവും ഇല്ല. പോലീസ് റിപ്പോർട്ടിലൊന്നും പുറത്തൊരു നടപടിയും വരുന്നില്ല. ജയിലിൽ യഥേഷ്ട ഇവർ വികരിക്കുകയാണ്. ജയിലിലെ ഈ പ്രതികൾക്കൊക്കെ വലിയ സ്വാധീനമാണ്. അവിടുത്തെ ജീവനക്കാർക്ക് ഈ പ്രതികളെ ഭയമാണ്. കാരണം അവരെന്ത് പറഞ്ഞാലും ആ DIG അത് കേൾക്കും. കീഴ് ജീവനക്കാർക്ക് അതനുസരിച്ചുള്ള മെമ്മോ കൊടുക്കും, അല്ലെങ്കിൽ അവരെ വിരട്ടും, അവരെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ജയിൽ അടക്കി ഭരിക്കുകയായിരുന്നു ഈ DIG ആയ MK വിനോദ് കുമാർ. വിജിലൻസ് 2-3 വർഷങ്ങളായി ഇദ്ദേഹത്തിൻ്റെ പിന്നിലായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പാർട്ടി സ്വാധീനം ധാരാളം ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് ആരെയും പേടിയില്ല. ഏകദേശം ഇനി 3-4 മാസമല്ലേ ഉള്ള സമയം കൊണ്ട് മാക്സിമം പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരും പണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തും. ഇദ്ദേഹമായിട്ട് ബന്ധങ്ങളുണ്ട്. അതിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ 1-2 വിധിയുടെ അടിസ്ഥാനത്തിൽ ചിലർക്ക് പരോൾ കൊടുത്തു. അതിനൊക്കെ വൻ തുക വാങ്ങിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അണ്ണൻ സജിത്തിൽ നിന്നും അതുപോലെ കൊടിസുനിയിൽ നിന്നും പണം വാങ്ങിച്ചതിന് റെക്കോർഡായിപ്പോയി. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് മോചനമില്ല. ജയിലിൽ നിന്ന് നമ്മളെല്ലാവരും പത്രങ്ങളിൽ കൂടെ വായിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിൽ കൊച്ചിയിലെ ജയിലിൽ ഇരുന്ന ഒരു കൊട്ടേഷൻ കൊടുത്തു. ആ കൊട്ടേഷൻ്റെ പണം അയാൾക്ക് വന്നിട്ടുണ്ടാവും. ആ പണം വരുന്നതെല്ലാം DIGയുടെ അക്കൗണ്ടിലായിരിക്കാം വരുന്നത്. അപ്പോൾ അത് വ്യത്യസ്തമായ ഒരു കേസാണ്. ഇപ്പം വിജിലൻസ് എടുത്തിരിക്കുന്ന കേസ് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വാങ്ങിച്ച അഴിമതിയുടെ വിജിലൻസ് ആംഗിളിലുള്ള
PC ആക്ടിൻ്റെ പരിധിയിലുള്ള കേസുകളാണ്. അതേസമയത്ത് PC ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത ചില കൊട്ടേഷൻ, ജയിലിൽ നിന്ന് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കൊടിസുനിയിൽ കൊട്ടേഷൻ കൊടുത്താൽ ആ കൊട്ടേഷൻകാരുടെ പൈസ ഇദ്ദേഹത്തിന് വന്നെങ്കിൽ അത് സെപ്പറേറ്റ് ഒഫൻസ് ആണ്. അത് ക്രൈംബ്രാഞ്ചോ ലോക്കൽ പോലീസോ ആ കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം അതിനകത്തൊരു അബറ്റർ ജയിലിൽ തന്നെയാണ്, DIG ആണ് അബറ്റർ. അയാളാണ് മറ്റേ ആൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം മറ്റു പ്രതികളോടൊപ്പം ആ ഗുണ്ടാപ്രവർത്തന ആ കൊട്ടേഷനകത്ത് തീർച്ചയായിട്ടും DIG പ്രതിയാവും. അതുകൊണ്ട് ആ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുക്കണം. ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒരിക്കലും നമുക്ക് സർക്കാർ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വിജിലൻസിൻ്റെ കേസ് മാത്രമല്ല, ലോക്കൽ പോലീസ് അല്ലെ ക്രൈംബ്രാഞ്ചോ ആ കേസുകൾ, കൊട്ടേഷൻ കൊടുത്ത കേസിലും മാഫിയ ഗാങ്ങിൻ്റെ കൂടെ ഇദ്ദേഹം ചേർന്ന് പണം സംഘടിപ്പിച്ചതും കൊട്ടേഷൻ സംഘടിപ്പിച്ചതും ഒക്കെ ആവുമ്പോൾ അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അല്ലെങ്കിൽ BNS അനുസരിച്ച് പുതിയ നിയമവകുപ്പ് അനുസരിച്ച് IPC CRPC എവിഡൻസ് ആക്ടിൻ്റെ പരിധി വരുന്ന കേസുകളാണത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് കേസുകൾ ലോക്കൽ പോലീസിലെടുത്തിട്ട് ക്രൈംബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഇദ്ദേഹത്തിനെ പ്രതിയായി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഒഫൻസ് ആ രീതിയിലാണ് പോകുന്നത്. വിജിലൻസിൻ്റെ മാത്രമല്ല കുറ്റം, ബാക്കി IPC സെക്ഷനിലുള്ളതും വരുന്നുണ്ട്. PC ആക്ടിൻ്റെ പരിധിയിലല്ലാത്ത കേസിന് പ്രത്യേകം FIR എടുക്കണം. കാരണം അതിലൊക്കെ എവിഡൻസ് വന്നു കഴിഞ്ഞു. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളിലൊപ്പം അദ്ദേഹം മൂവാറ്റുപുഴയിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ ഉള്ള ഒരു കൊട്ടേഷൻ കൊടുത്തിട്ട് അതിലെ പണം സംഘടിപ്പിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ജയിലിൽ നിന്നൊരാൾക്ക് പുറത്തു പോകണമെങ്കിൽ ജയിലിലെ പെരുമാറ്റം അനുസരിച്ച് നല്ല പെരുമാറ്റമാണെന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിലേ പരോളിൽ പോകാൻ ഒക്കുള്ളൂ. പരോളിൽ പോകുന്നവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനും പണം വാങ്ങിക്കും, പരോളി അയക്കുന്നതിന് പ്രത്യേകം പണം വാങ്ങിക്കും, പരോളിൽ പോയി കഴിഞ്ഞാൽ പരോൾ എക്സ്റ്റൻഷനാണ് വീണ്ടും പണം വാങ്ങിക്കും. ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്തുണ്ട്. ഇതിൻ്റെ പിന്നിലെ ഈ DIG ആണ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതുകൊണ്ട് ഇയാൾ 12 തടവുകാരിൽ നിന്ന് പണം കൃത്യമായിട്ട് ഇയാൾ ഗൂഗിളിൽ കൂടെ വരുത്തി ഇയാളുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് എവിഡൻസ് വിജിലൻസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം വിജിലൻസ് ആംഗിളുള്ള കേസും ക്രിമിനൽ ആംഗിളുള്ള കേസും സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ജയിലിനുള്ളിലെ ഒരു പ്രത്യേക സ്ഥലം ഒരു പ്രതിക്ക് ഒരുക്കാൻ അല്ലെ കൺവിക്ഷൻ ഒരുക്കാനായിട്ട് ഇയാൾ സംവിധാനം ചെയ്തു കൊടുക്കും. അതിന് പണം കിട്ടണം. അതുപോലെ വിയ്യൂർ ജയിലിലെ പല തടവുകാർക്കും വേണ്ട ഒത്താശകൾ ചെയ്യുന്ന അവിടുത്തെ മുൻ ജീവനക്കാരും റിട്ടയർഡ് ജീവനക്കാരും ഇദ്ദേഹത്തിനെ സമീപിച്ച് പണം കൊടുത്താൽ അതും ഉണ്ടാവും. തെക്കൻ കേരളത്തിലെ ഒരു സബ് ജയിൽ സൂപ്രണ്ടിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങിച്ചത് അത് കൃത്യമായി എവിഡൻസ് ശേഖരിച്ചിട്ടുണ്ട് വിജിലൻസ്. ഏതായാലും മനോജ് എബ്രഹാമും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളും കൃത്യമായ ജോലി ചെയ്തു. കൃത്യമായി കള്ളനെ കണ്ടെത്തി. കപ്പലിൽ തന്നെ ഇത്രയും വലിയൊരു കള്ളം കിടന്നിട്ട് ഇതുവരെ അദ്ദേഹത്തിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇതിനകത്ത് ഇദ്ദേഹത്തിനെ പറ്റി ജയിൽ DGP ആയിരുന്ന ശ്രീലേഖ അന്ന് ഇദ്ദേഹത്തിന് നടപടി എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അതുവരെ തടയപ്പെടുകയുണ്ടായി. അതുപോലെ കോട്ടയംകാരനായിരുന്ന നമ്മുടെ രാഷ്ട്രീയക്കാരന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇയാൾക്കെതിരായിട്ട് നടപടിയെടുക്കാനൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ഈ DIG അതെല്ലാം തടഞ്ഞുകൊണ്ടിരുന്നു. അത് പല രീതിയിലാണ് അങ്ങേര് തടഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വ്യാപകമായ അഴിമതികൾ ജയിലിൽ നടന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 2-3 വർഷമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ബ്രെയിന് അയാൾ ഈ DIG ആണ് എന്നാണ് MK വിനോദ് കുമാർ തന്നെയാണ് എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രതിയാവും. മറ്റാരൊക്കെയാണ് ജയിലിലെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പണം സമ്പാദിക്കാനായിട്ട് കൂട്ടുനിന്നത്, അങ്ങനെ കൂട്ടുനിന്ന ആൾക്കാരുടെ ആ എവിഡൻസ്, ആ കേസിനകത്തുള്ള എവിഡൻസ് അനുസരിച്ച് അവരും പ്രതിയാവും. വളരെയധികം ആൾക്കാർ ഇതിനകത്ത് പ്രതിയാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇയാൾ ചെയ്തിരിക്കുന്ന വെളിയിലുള്ള കൊട്ടേഷൻ അനുസരിച്ച് ഇയാളെ മറ്റു രീതിയിലും IPC സെക്ഷനിലും ഇയാൾ പ്രതിയായിട്ട് വരും. അതിന് പ്രത്യേക കേസെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന.